ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേസ് അപ്പോൾ എങ്ങോട്ടാന്ന് പോണത്? അവിടെ വരെ പോകും. എന്നിട്ട് ഇവിടെ വരെ വരും. ഓട്ട മത്സരം നടത്തണോ? എന്തിനാ നടക്കണത് മക്കളെ? ചക്കരതാ പിന്നെ രാവിലെ നടക്കാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. എന്നും നടക്കാൻ ഇറങ്ങലുണ്ട്. അപ്പോൾ എന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡോക്ടറെ കാണിച്ചല്ലോ, അതിനുശേഷം ഡെയിലി ഇതിനൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങലുണ്ട് ഇവിടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേമാതിരി എന്താണ് പിന്നെ സ്കാനിങ് എടുത്തതിന് ശേഷം വല്ലാതെ ഇനിയിപ്പോൾ പഴയമാതിരി കിടക്കൊന്നും വേണ്ട, രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് കുറച്ച് നടക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ചക്കര ചെയ്യണം എന്താണെന്നറിയോ, ഇവിടെ നിന്ന് ആ കണ്ടില്ലേ ആ അറ്റം വരെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇതുവരെ പോവും, അവിടെ നിന്ന് ഇതുവരെ വരും, അവിടെ നിന്ന് ഇതുവരെ വരും, വീണ്ടും ഇവിടെ നിന്ന് ഇതുവരെ പോവും. അല്ല പിന്നെ നടക്കുമ്പോഴേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്ക് പായലുണ്ടോ, വേഗം വഴുക്കും കണ്ടോ. അതുകൊണ്ട് അത് നല്ലപോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ അതിലേറെ ഇടങ്ങേറാവും. ഇത് ഡ്രൈ ആണ് എന്നാലും വലുതായിട്ട് പ്രശ്നമില്ല. പക്ഷേ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ സൈഡിൽ കൂടെ നടക്കുക, ഈ സൈഡിൽ കൂടെ നടന്നാൽ മതി. അല്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ പായലുള്ളതുകൊണ്ടേ നല്ലപോലെ വഴുക്കും. മഴയും കൂടി ആയതുകൊണ്ട് നല്ല പായലുണ്ടാവും, വേഗം വഴുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ നടക്കാൻ? കുഴപ്പമൊന്നുമില്ല. ശരിക്കും നീ നടക്കണം എന്ന് പറയണത് എന്തിനാ? ഈ 7-ാം മാസം 8-ാം മാസമൊക്കെ പെണ്ണുങ്ങളോട് നടക്കണം എന്ന് പറയില്ല, എന്തിനാണ്? സുഖപ്രസവമാവാനാ? റിലീസ് ആവാൻ വേണ്ടിട്ടോ? അത് ശരി. യേസ് അപ്പോൾ അല്ല നിങ്ങൾക്കാകുമ്പോൾ അറിയാലോ എന്താണ് എന്ന്. നമുക്കറിയില്ല. ആ അത് ശരി. അല്ല ഇതിപ്പോൾ ആരെങ്കിലും അതാ നോക്കുക, അതാണ് റോഡ്, അതിൽ കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് വിചാരിക്കേ അതന്നെ. പിന്നെ ചക്കരനെ നിജാസിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എറിയും. രണ്ടാളും കൂടെ അതാ ഇവിടെ നിന്ന് അതുവരെ പോകും, അവിടെ നിന്ന് ഇതുവരെ വരും. ഇനി വിചാരിക്കും ഇനി ചക്കര എന്തെങ്കിലും തെറ്റിയോ, നിജാസ് ഇനിയിപ്പോൾ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി അവളെ പിന്നാലെ നടക്കണതാണോ എന്നും വിചാരിക്കും. കാരണം ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതൊരു പോകുമ്പോൾ ചക്കനെ കണ്ട് ടാറ്റ പറയുന്ന അറിയണത്. എന്നാലും പണി ചെയ്തോ, റോട്ടിൽ കൂടെ നടന്നോ? അല്ലേ എന്നാലും പണി അല്ല എന്നാലും പണി ചെയ്തോ. ഞാൻ പറഞ്ഞതേ റോട്ടിൽ കൂടെ അങ്ങനെ നടക്കുക, ഇവിടെ നിന്ന് നേരെ ടൗൺ വരെ നടക്കുക, അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരിക. ആ നല്ല ചൂടുണ്ടല്ലേ, ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ഇതൊക്കെ നമ്മുടെ AC-ൻ്റെ പൈപ്പാണ് കേട്ടോ. ഇതിലുണ്ടല്ലോ ഒരു കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് നിറച്ച് ഉറുമ്പായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തെന്നറിയോ, വാപ്പതാ ഈ കാണുന്ന AC-ൻ്റെ ഈ ഒരു പൈപ്പിൻ്റെ വെള്ളം പോണ പൈപ്പാണ് കേട്ടോ. അവിടെ നേരെ ജനലിൽ കൂടി ഇങ്ങനെ വീണ്ടാ വിചാരിച്ചിട്ട് അവിടെ നിന്നൊരു ഓസ് ഫിറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ടാക്കിയതാണ്. അപ്പോൾ വാപ്പ എന്ത് ചെയ്തു, ഇതിനകത്ത് പിന്നെ മിനിങ്ങാന്ന് നെറ്റൊക്കെ വെച്ച് അടിച്ചു. ചെറിയ വലയുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചു, ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഉറുമ്പ് നല്ല ശല്യമുണ്ട് ഇവിടെ. അത് ആ പുളിയുറുമ്പും ഉണ്ട്, ചെറിയ കടിക്കണ ഉറുമ്പില്ലേ ആ ടൈപ്പ് ഉറുമ്പുണ്ട്. അപ്പോൾ അങ്ങനെ വാപ്പ അതൊക്കെ റെഡിയാക്കി വെച്ച് നടക്ക് 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 പോരെ പോരെ. ചെരിപ്പുകളൊക്കെ അതിനകത്തുണ്ട്, അവിടെ നോട്ടെ. ആ അതവിടെ നോട്ടെ. ഏത് ആ അതൊക്കെ ഇനി ഏതെങ്കിലും കാലത്തിടാം. നടക്ക് 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 പോട്ടെ 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 നടക്ക് 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 നടക്ക്. ഉമ്മ വിളിച്ചോ ചക്കരെ? ഉമ്മ വിളിച്ചോ? കൊതു ഉള്ളിലേക്ക് പോയില്ല, അത് അവിടെ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരടി ഫ്രീ ആയിട്ട് കൊടുക്കാൻ നോക്കിയതാണ്. കുറച്ച് പവറിലാണ്ട് അടിക്കായിരുന്നു. എൻ്റെ കൊതുവിനെ അടിച്ചണെന്ന് പറയാമല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ അവസരങ്ങൾ കിട്ടുള്ളൂ. അല്ല എപ്പോഴും കൊതുവിനെ അടിക്കാനുള്ള അവസരം കിട്ടൂലല്ലോ പറയാ. ഉമ്മായ വിളിച്ചോന്ന്? എന്താ പാട്? കുഴപ്പമൊന്നുമില്ല, സുഖം. ഇങ്ങോട്ട് വരാനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കി അവര് പറഞ്ഞില്ലേ? അത് ശരി. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടിക്കൊണ്ടുപോകേണ്ടത് ആരൊക്കെ വരും, പിന്നെ എപ്പോഴാണ് വരേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയിക്കാം അല്ലേ? ആ ഡേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എത്ര ആൾക്കാർ വരാനുണ്ട്, എങ്ങനെയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കണമെന്നൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞുതരാം. ഞാൻ നൗഫലിനെ ഞാൻ ഇന്നലെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ എത്ര മണിക്ക് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടത്, എങ്ങനെ ഇറങ്ങേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ അപ്പോൾ ആയിക്കോട്ടെ. കുറച്ച് ആൾക്കാർ വെച്ചാൽ ആരൊക്കെ വരാണ്ട് അവരെ ഇഷ്ടം. പിന്നീട് എത്ര ആൾക്കാർ വരാണെന്ന് വെച്ചാൽ വന്നോണ്ട്, കാരണം എന്നും വരുന്നില്ലല്ലോ ഇങ്ങോട്ട്. എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെ ഒരു വിശേഷമാകുമ്പോഴേ നമ്മളെ നാട്ടിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഏതായാലും അവർ വരട്ടെ. ഓക്കെ, പോരെ 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 പോരെ, നടക്ക് നിന്ന് മക്കളെ. ഇതിനെ നടത്തിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ മുൻകൈ എടുത്ത മാതിരി ഉണ്ട്. എന്ത് ചെയ്യാനാ? അതാ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഉമ്മാടെ ഇപ്പാൻ്റെ റൂമിൽ കൂടെ എ സി വെച്ച് കൊടുക്കുന്നു. മക്കളെ ഇത് നോക്ക്, ഇത് ഉമ്മാൻ്റെ ഇപ്പാൻ്റെ റൂമാണ്. ഇവിടെ ഇരിക്കണ എ സിൻ്റെ പുറത്തെ പിന്നെ ഔട്ടറാണ് കേട്ടോ ഇരിക്കണത്. അത് നമ്മുടെ റൂമിൽ തന്നെ ഇരിക്കണത്. അതാ വെള്ളം വിടുന്ന കുഴൽ ഇതായിരിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഇവരുടെ റൂമിലാണ് ആദ്യം എ സി വെക്കണം. ഉപ്പാൻ്റെ ഉമ്മൻ്റെ റൂമിൽ എത്രയോ വർഷങ്ങൾ 6-7 വർഷങ്ങൾക്ക് മുന്നേ വെച്ചതാണ് ഉപ്പാൻ്റെ ഉമ്മൻ്റെ റൂമിൽ. നമ്മൾ 1 വർഷം ആവണല്ലോ. കുറേ ആൾക്കാർ പറഞ്ഞ് നിജാസെ ചൂടല്ലേ, നിനക്ക് അവരുടെ റൂമിൽ കൂടെ എ സി വെച്ച് കൊടുത്തൂടെ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കാണാനുള്ള കാര്യം എന്താ, കണ്ടോ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഉള്ളിടത്ത് പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും വെക്കണത്? നമ്മളെ റൂമിലാണ് ഇപ്പോൾ ലാസ്റ്റ് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മളത് നിങ്ങൾ കാണലുള്ളൂ, കാരണം നമ്മളെ റൂമിൽ ഇരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാവും നിങ്ങളത് കണ്ടിട്ട് പറഞ്ഞത്. ഇനിയിപ്പോൾ അവൻ്റെ കല്യാണമൊക്കെ ആകുമ്പോൾ അവൻ വെക്കുമല്ലോ. കൂടുതലും ജോലി ആവശ്യമായിട്ട് പുറത്തായിരിക്കും. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ ഉമ്മ അതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മ, എന്തൊക്കെയാ വിശേഷങ്ങൾ? എന്തൊക്കെയാ വിശേഷം? അതാണ്ട് നടത്താൻ ഇറങ്ങിയതാണ്. നടക്കുന്നില്ല, എന്നിട്ട് കാര്യം പറിച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. ഒരെണ്ണം നടന്നു വാ. അപ്പോഴത്തേക്ക് ഞാൻ ഉമ്മാടുത്ത വിശേഷങ്ങൾ സംസാരിക്കട്ടെ. അയ്യോ എത്തുണ്ട്. എന്നിട്ട് അതെന്തുമ്മ? ആപ്പിളാ? നല്ല ആപ്പിൾ. ചക്കരനെ കാണാൻ വരുന്നവരിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോഴേ കിട്ടുന്നതാണ്. ഇതാ ആപ്പിളുണ്ട്, ഇത് അവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് കഴിച്ചോ. ഞാൻ അവിടെ വന്നിട്ട് ഉള്ളിൽ നിന്ന് കഴിക്കാം. ഇപ്പോൾ ഇരിക്കാനൊന്നും ഇവിടെ സുഖമില്ല, അതുകൊണ്ട് വന്നിട്ട് കഴിക്കാം. വാപ്പ വന്നിട്ടുണ്ട്. വാപ്പ എന്താ പരിപാടി? താണ്ടേ ഒരാളെ നടത്താൻ ഇറങ്ങിയതാണ് രാവിലെ. എക്സസൈസ് ഡോക്ടർ ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞാണെന്ന് പറഞ്ഞല്ലേ. ഇനി പഴയ പോലെ പിന്നെ റെസ്റ്റ് വേണ്ട, കുറച്ച് രാവിലെ വൈകുന്നേരം ഒക്കെ ആയിട്ട് കുറച്ച് നടക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ എക്സസൈസാണ് കാണുന്നത് ഇവിടെ. പോലീസിന് ട്രെയിനിങ്. പരേഡ്, അറ്റൻഷൻ, പരേഡ്, പരേഡ്, കമോൺ, നടക്ക്. നല്ലപോലെ നടക്കുക കേട്ടോ, പറഞ്ഞു കേട്ടോ. നല്ല പോലെ നടക്കുമ്പോൾ അത് നോക്ക്, ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ബേക്കിൽ പോകണം, ഇങ്ങനെ എത്തണം. മക്കളെ ഇതാ നടക്കുകയാണ്. നടന്നോ കേട്ടോ. എത്ര റൗണ്ട് നടക്കും ചക്കര? നീ വഴുക്കണ്ട. അത് നടന്നില്ലേലും പ്രശ്നമില്ല, വഴുക്കണ്ട. ഇല്ല അതാ പറഞ്ഞത്, വളരെ കുറച്ചാലും മതി, എന്നാലും വഴുക്കണ്ടെന്ന് പറഞ്ഞത്. അല്ല, പക്ഷെ പായലുണ്ട്, തെറ്റണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പായലുണ്ട്, ചെറുതായിട്ട് പായലുണ്ട്. മഴ പെയ്ത് കിടക്കല്ലേ. കൊതുകുണ്ട്, കൊതുകടി കിട്ടുന്നുണ്ട്. കൊതുകുണ്ട്. ചെറിയ 1-2 കടി എനിക്ക് കിട്ടി, ചക്കരയ്ക്കും കടി കിട്ടി. അതായിരിക്കും, അങ്ങനെയായിരിക്കും. അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അവിടെ ഉമ്മയും കുട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മയും പാപ്പായൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജുമാന അവിടെ ഉണ്ട്. ജുമാന എങ്ങോട്ട് പോയി? അകത്ത് പോയില്ലേ. ചക്കര എത്ര റൗണ്ടായി? റൗണ്ടിന് കണക്കൊന്നുമില്ലേ, വെറുതെ നടക്കണ. റോഡിൽ ഈ സമയത്ത് ഒന്നാമത്തെ കാര്യം നോക്കിയാൽ നല്ല വെയിലാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇവരെ വീട്ടിൻ്റെ അവിടെ നല്ല സുഖമാണ്, തിരക്കില്ല. ഇവരാ റോട്ടിൽ കൂടെ, വഴിയിൽ കൂടെ, വയലിൻ്റെ അതുവഴി അങ്ങനെ നടക്കും നേര്. തടം തന്നെ നടന്നാലും മതി. മനസ്സിലായി, അതന്നെ ഞാൻ പറഞ്ഞത്. അവിടെ നടന്നാൽ അവിടെ നല്ല സുഖമാണ് നടക്കുക, തണലും ഉണ്ട്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ടിയും തിരക്കും ചൂടും പൊടിയൊക്കെ ആയിട്ടുണ്ടല്ലോ. ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ പോകുന്നത്. ബസ് പോണോ കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വീടിന് ചുറ്റും തന്നെ നടക്കണം. അല്ല, ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിലെങ്കിലും നടന്നാൽ മതി എന്ന് പറഞ്ഞു. അതെ, ഇല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ.
അപ്പോൾ ഏതായാലും ചക്രത അവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്നോട്ടെ ഗൈസ്. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ചെറിയൊരു ഇന്നത്തെ വ്ളോഗ്, ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. നമ്മുടെ ഡെയിലി വിശേഷങ്ങൾ നമ്മൾ ഇടുന്നതാണല്ലോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാഴ്ചകളും വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.